Hello and welcome to Data Structures using C. Today we are going to see algorithms and complexity of algorithms. So, what's an algorithm? An algorithm is a step-by-step procedure for solving a problem in finite amount of time. ഒരു അൽഗോരിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രോബ്ലത്തിനെ ഒരു ഫിക്സഡ് ടൈമിൻ്റെ ഉള്ളിൽ ഫിക്സഡ് സ്റ്റെപ്സ് ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു കളക്ഷനെയാണ് നമ്മൾ അൽഗോരിതം എന്ന് പറയുന്നത്. സോ അൽഗോരിതം എന്ന് പറയുന്നതിന് കുറച്ച് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്. ഒന്ന്, അൽഗോരിതം ഷുഡ് ഹാവ് വെൽ ഡിഫൈൻഡ് ഇൻപുട്സ്. Second one, algorithms should have well-defined outputs. അൽഗോരിതത്തിന് നിർബന്ധമായിട്ടും എന്തൊക്കെ ഇൻപുട്ടുകളാണ് നമ്മൾ എടുക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ അൽഗോരിതത്തിന് നിർബന്ധമായിട്ടും എന്ത് ഔട്ട്പുട്ടാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ള കാര്യം അറിഞ്ഞിരിക്കണം. The steps should be clear and unambiguous. നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്സ് എന്ന് പറയുന്നത് ക്ലിയർ ആയിട്ടുള്ള സ്റ്റെപ്സ് ഉണ്ടാവണം. അതിൽ മിസ്റ്റേക്കുകൾ ഉണ്ടാകാൻ പാടില്ല. ക്ലിയർ ആയിട്ടുള്ള മിസ്റ്റേക്കുകളൊന്നും ഇല്ലാത്ത സ്റ്റെപ്പുകൾ മാത്രമേ അൽഗോരിതത്തിൽ നമുക്ക് എഴുതാൻ കഴിയുള്ളൂ. അടുത്തെന്ന് പറയുന്നത് ഫൈനൈറ്റ്നെസ്. അൽഗോരിതം എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ടൈംസ് റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് സ്റ്റോപ്പ് ചെയ്യണം. ദ നമ്പർ ഓഫ് സ്റ്റെപ്സ് ക്യാൻ ബി എനി നമ്പർ, ബട്ട് ഇറ്റ് ഷുഡ് ബി ഫൈനൈറ്റ്. ഒരു കണക്കുണ്ടായിരിക്കണം എത്ര പ്രാവശ്യം ഈ സ്റ്റെപ്പുകൾ ചെയ്യുന്നുണ്ടതിനെ കുറിച്ച്. അതുപോലെ തന്നെ ഇറ്റ് ഷുഡ് ബി ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്. നമ്മൾ ഉപയോഗിക്കുന്ന ഏത് കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും അതിലൊക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പാകത്തിനായിരിക്കണം നമ്മൾ സ്റ്റെപ്പുകൾ എഴുതുന്നത്. അല്ലാതെ നമുക്ക് സി അറിയാം, സിക്ക് ഉള്ള സ്റ്റെപ്സ് അല്ലെങ്കിൽ സിയിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് എഴുതി കഴിഞ്ഞാൽ അതിനെ നമുക്ക് അൽഗോരിതം എന്ന് പറയാൻ കഴിയില്ല. ഇറ്റ് ഷുഡ് ബി കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഇൻഡിപെൻഡൻറ്റ്. അടുത്തെന്ന് പറയുന്നത് ഇറ്റ് ഷുഡ് ബി ഫീസിബിൾ. നമുക്കത് എക്സിക്യൂട്ട് ചെയ്യാൻ കഴിയുന്നതായിരിക്കണം. അങ്ങനെയുള്ള സ്റ്റെപ്സ് മാത്രമേ നമുക്ക് അൽഗോരിതത്തിൻ്റെ ഉള്ളിൽ കൊടുക്കാൻ കഴിയുള്ളൂ. സോ ദിസ് ആർ ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ അൽഗോരിതം. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ടോക്ക് അബൌട്ട് ദ കോംപ്ലക്സിറ്റി ഓഫ് algorithms. In the stages of program development, we have few steps. First, we have to analyze the problem. Then we have to develop alternate methods for solving the problem. Next, we have to write algorithm or flowchart. Then we have to write program and so on. So, there is a chance to have different types of algorithms or different algorithms for solving the same problem. ഒരേ പ്രോബ്ലത്തിനെ നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പല പല തരത്തിലുള്ള സ്റ്റെപ്പ് ഉള്ള അൽഗോരിതംസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരേ പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള അൽഗോരിതംസ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ ബെസ്റ്റ് അൽഗോരിതത്തിനെ എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്നുള്ളതാണ് ഇതിൻ്റെ കോംപ്ലക്സിറ്റി അനാലിസിസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ ഹൗ വി ക്യാൻ മെഷർ ദ കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം. കോംപ്ലക്സിറ്റി കൂടുതലുള്ള അൽഗോരിതംസ് നമ്മൾ ഇഗ്നോർ ചെയ്യും. കോംപ്ലക്സിറ്റി കുറഞ്ഞ അൽഗോരിതംസ് ആയിരിക്കും നമ്മളെപ്പോഴും സെലക്ട് ചെയ്യുന്നത്. സോ ഹൗ വി ക്യാൻ അനലൈസ് ദ കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം. സോ അൽഗോരിതത്തിൻ്റെ അനാലിസിസ് അല്ലെങ്കിൽ പെർഫോമൻസിൻ്റെ അനാലിസിസ് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും രണ്ട് ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് ആണെന്നാണ് നമ്മൾ ഇതുവരെ കരുതിയിരുന്നത്. അതായത് ഫസ്റ്റ് വൺ ഈസ് ദ എമൗണ്ട് ഓഫ് കമ്പ്യൂട്ടർ മെമ്മറി റിക്വയർഡ് ബൈ ദ അൽഗോരിതം ആൻഡ് സെക്കൻഡ് വൺ ഈസ് ദ ടൈം നീഡഡ് ടു റൺ ദ പ്രോഗ്രാം. സോ നമുക്ക് ഒരു പ്രോബ്ലത്തിനെ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് ഡിഫറെൻറ്റ് അൽഗോരിതംസ് കിട്ടി. അതിലേതാണ് നല്ലത് എന്ന് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഈ രണ്ട് അൽഗോരിതം എടുത്താലും ഏതിനാണ് കുറവ് മെമ്മറി ആവശ്യം വരിക എങ്കിൽ അതായിരിക്കാം ഒരു പ്രിഫറൻസ്.
അടുത്ത നമ്മൾ ചെക്ക് ചെയ്യുക, 2 അൽഗോരിതം വെച്ചിട്ട് ഒരേ സമയം റൺ ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം ഏതിനാണോ ഔട്ട്പുട്ട് കിട്ടുന്നത് അതിനായിരിക്കും നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. സോ these are the 2 important factors which are used to analyze the performance of algorithms. So these terms are called space complexity and time complexity. So the most important 2 tools which are used to assess the complexity of algorithm are space complexity and time complexity. So how these things works? First one is the space complexity. The space complexity of an algorithm refers to the amount of memory required by the algorithm to complete its task. ഒരു അൽഗോരിതം ഉപയോഗിച്ച് നമ്മളൊരു ടാസ്ക് ചെയ്യുന്ന സമയത്ത് ആ അൽഗോരിതത്തിന് അല്ലെങ്കിൽ അൽഗോരിതം ഉപയോഗിച്ച് എഴുതിയ പ്രോഗ്രാമിന് എത്ര മെമ്മറിയാണോ ആവശ്യം വരുന്നത് എന്നുള്ളതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നത്. ഓർ വൺ ടൂൾ ഫോർ അനലൈസിങ് ദ പെർഫോമൻസ് ഓഫ് എൻ അൽഗോരിതം. സോ obviously the algorithm which needs less space will be better. കുറവ് സ്പേസ് ഉപയോഗിക്കുന്ന അൽഗോരിതമാണ് ബെറ്റർ എന്നാണ് നമ്മൾ ഈ കേസിൽ പറയാം. ആൻഡ് ദ സെക്കൻഡ് മെത്തേഡ് ഈസ് ടു അനലൈസ് how much amount of CPU time is needed for completion of an algorithm. ഒരു പ്രോഗ്രാം എഴുതിയിട്ട് നമ്മളത് യൂസ് ചെയ്യുന്ന സമയത്ത് ആ പ്രോഗ്രാം കംപ്ലീറ്റ് ചെയ്യാൻ എത്ര CPU ടൈമാണ് ആവശ്യം വരുന്നതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അൽഗോരിതത്തിൻ്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ വേണ്ടി കഴിയും. സോ ദിസ് ഈസ് കാൾഡ് ദ ടൈം കോംപ്ലക്സിറ്റി ഓഫ് എൻ അൽഗോരിതം. സോ കൂടുതൽ ടൈം എടുക്കുന്ന അൽഗോരിതം എന്ന് പറയുന്നത് മോശമായിരിക്കും. സോ the algorithm which takes minimum time would be the best. So minimum spaceും മിനിമം ടൈമും എടുക്കുന്ന അൽഗോരിതംസിനെയാണ് നമ്മൾ പൊതുവെ ബെസ്റ്റ് അൽഗോരിതംസ് ആയിട്ട് ട്രീറ്റ് ചെയ്യും. ഓക്കെ, സോ now we will have a detailed look on space complexity. So സ്പേസ് കോംപ്ലക്സിറ്റി നമുക്ക് വേണമെങ്കിൽ എസ് ഓഫ് പി എന്ന് പറയാം, where P is the program and S is the function which denotes the space requirement. സോ ഒരു അൽഗോരിതത്തിൻ്റെ സ്പേസ് റിക്വയർമെൻറ്റ് നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് there can be 2 factors. One is the constant space, that is constant space requirement. So this includes the space required for program code, space required for the variables and so on. So അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ബേസ് അല്ലെങ്കിൽ കോൺസ്റ്റൻറ്റ് ആയിട്ടുള്ള സ്പേസ് റിക്വയർമെൻറ്റ് ഉണ്ടാവും. ദെൻ അടുത്തെന്ന് പറയുന്നത് depending on the input the space requirement may vary. അപ്പോൾ അങ്ങനെ വേരി ചെയ്യുന്ന ഒരു സ്പേസ് റിക്വയർമെൻറ്റ് ഉണ്ടായിരിക്കും. ആൻഡ് ദ സ്പേസ് റിക്വയർഡ് ബൈ ദ പ്രോഗ്രാം ഈസ് ദ സം ഓഫ് കോൺസ്റ്റൻറ്റ് സ്പേസ് പ്ലസ് സ്പേസ് required by the program which is proportional to its input. സേ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു n നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു പ്രോഗ്രാം എഴുതാണ്. അപ്പോൾ പ്രോഗ്രാമിൻ്റെ കോഡ് സ്റ്റോർ ചെയ്യാനും ബേസിക് ആയിട്ടുള്ള വേരിയബിൾസ് സ്റ്റോർ ചെയ്യാനൊക്കെ നമ്മൾ കുറച്ച് സ്പേസ് എടുക്കും. ആൻഡ് ഇറ്റ് വിൽ ബി എ കോൺസ്റ്റൻറ്റ് സ്പേസ്.
അത് ആ പ്രോഗ്രാം എപ്പോൾ റൺ ചെയ്ത് കഴിഞ്ഞാലും അത്ര സ്പേസ് തന്നെയായിരിക്കും ഉപയോഗിക്കുക. അടുത്തെന്ന് പറയുന്നത് there is a space requirement which is proportional to the number of inputs. നമ്മൾ ആ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ 10 സ്റ്റുഡൻസിൻ്റെ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ആയിരിക്കും അതിൽ യൂസ് ചെയ്യുന്നത്. ആ സമയത്ത് സെയിം പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് 100 സ്റ്റുഡൻസിൻ്റെ ലിസ്റ്റാണ് പ്രോസസ്സ് ചെയ്യുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും 100 സ്റ്റുഡൻസ് വരുന്ന കേസിൽ ബാക്കിയുള്ള 90 സ്റ്റുഡൻസിൻ്റെ കൊണ്ട് ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് കുറച്ചും കൂടി എക്സ്ട്രാ സ്പേസ് അത് യൂസ് ചെയ്യും. സോ ഇൻപുട്ടിനനുസരിച്ച് വേരി ചെയ്യുന്ന സ്പേസ് ഉണ്ടായിരിക്കും, അതല്ലാതെ ഇൻപുട്ട് എന്ത് കൊടുത്താലും കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന സ്പേസ് റിക്വയർമെൻറ്റും ഉണ്ടായിരിക്കും. സോ വി ഹാവ് ടു കൺസിഡർ ബോത്ത് ആൻഡ് സ്പേസ് റിക്വയർമെൻറ്റ് ഓഫ് എ program, that is S of P, space requirement of a program P is called constant requirement plus depending the space requirement which depends on the input. So here we have an example. We have a function with the function fun with 3 inputs, that is or 3 arguments, that is P, Q and R. So in this program we are performing an arithmetic operation using all these 3 variables. ഈ വേരിയബിൾസിനെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളിവിടെ പ്രോസസ്സിങ് ചെയ്യുന്നു. സോ ഈ കേസിൽ ഈ കോഡ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് സ്പേസ് ഉണ്ടായിരിക്കും, ഈ വേരിയബിൾസ് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കും. പക്ഷേ ഈ കേസിൽ 3 വേരിയബിൾസ് മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് പ്രോഗ്രാം എത്ര പ്രാവശ്യം റൺ ചെയ്താലും അപ്പോഴൊക്കെ നമുക്ക് ഈ 3 വേരിയബിൾസ് സ്റ്റോർ ചെയ്യേണ്ട സ്പേസ് മാത്രമേ ആവശ്യമായിട്ട് വരുള്ളൂ. ദാറ്റ് ഈസ് ആ ഒരു സ്പേസ് റിക്വയർമെൻറ്റ് നമുക്ക് കോൺസ്റ്റൻറ്റ് സ്പേസ് റിക്വയർമെൻ്റ് ആയിട്ട് വേണം കൺസിഡർ ചെയ്യാവുന്നതാണ്. ബിക്കോസ് it does not depends on the input of the algorithm or പ്രോഗ്രാമിൻ്റെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ടല്ല ഈ 3 വേരിയബിൾസിൻ്റെ സ്പേസ് റിക്വയർമെൻ്റ് ഇരിക്കുന്നു എന്നുള്ളതുകൊണ്ട്. സോ ഈ കേസിൽ നമ്മൾ ഫിക്സഡ് സ്പേസ് മാത്രമാണ് ഈ ഒരു ഫംഗ്ഷൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. സോ ദർ ആർ ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വിച്ച് മേ നീഡ് മോർ സ്പേസ് based on its input size. ഇൻപുട്ട് സൈസ് കൊടുക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് സ്പേസ് റിക്വയർമെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന വേറെ പ്രോഗ്രാംസും ഉണ്ടായേക്കാം. ദെൻ അടുത്തൊരു ഫാക്ടർ വി ഷുഡ് കൺസിഡർ ഈസ് ദാറ്റ് ദ സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് എ പ്രോഗ്രാം വിച്ച് ഹാസ് റിക്കേഴ്സീവ് ഫങ്ഷൻസ്. വാട്ട് യു മീൻ ബൈ റിക്കേർഷൻ? Recursion is the repeated execution of same set of statements, or recursion is a function which calls itself. When a function calls itself, then it is called recursion. So recursion function നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ഒരു ഫംഗ്ഷൻ തന്നെ അതേ ഫംഗ്ഷനെ റിപ്പീറ്റഡായിട്ട് വിളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ ഉള്ള, അതായത് വിളിക്കുന്നതിന് തൊട്ട് മുന്നേയുള്ള കമ്പ്യൂട്ടറിലെ രജിസ്റ്റേഴ്സിൻ്റെ വാല്യൂസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഇങ്ങനെ റിപ്പീറ്റഡായിട്ട് സ്റ്റോർ ചെയ്യേണ്ടി വരുമ്പോൾ ഇറ്റ് പ്രൊഡ്യൂസ് സം അഡീഷണൽ സ്പേസ് റിക്വയർമെൻറ്റ്സ്. അപ്പോൾ അങ്ങനെ വരുന്ന കഴിയുമ്പോഴത്തേക്കും നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്പേസ് കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. സോ അതാണ് ജനറലായിട്ട് സ്പേസ് കോംപ്ലക്സിറ്റി വരുവാനുള്ളത്. ദാറ്റ് ഈസ് എ സ്പേസ് റിക്വയർഡ് ബൈ എൻ അൽഗോരിതം ഓർ എ പ്രോഗ്രാം ഫോർ കംപ്ലീറ്റിംഗ് ഇറ്റ്സ് എക്സിക്യൂഷൻ. നെക്സ്റ്റ് വൺ ഇസ് ദ ടൈം കോംപ്ലക്സിറ്റി. ടൈം കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് റെഫേഴ്സ് ദ ടൈം റിക്വയർഡ് ഫോർ എക്സിക്യൂട്ടിംഗ് എ പ്രോഗ്രാം. ഒരു അൽഗോരിതം ഉപയോഗിച്ചിട്ട് നമ്മൾ പ്രോഗ്രാം എഴുതി കഴിഞ്ഞാൽ
ആ ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര സമയമാണ് എടുക്കുന്നത് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാംസിൻ്റെ എഫിഷ്യൻസി ഓർ കോംപ്ലക്സിറ്റി വേണമെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാവുന്നതാണ്. സോ ദ ടൈം കോംപ്ലക്സിറ്റി ഡിറ്റർമിൻസ് ഹൗ മച്ച് ടൈം എ പ്രോഗ്രാം റിക്വയർഡ് ഫോർ കംപ്ലീഷൻ ആണ് ടൈം കോംപ്ലക്സിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദെൻ ടൈം കോംപ്ലക്സിറ്റിയും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നതിനെ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഏത് കോഡും ബേസിക്കലി ഒരു പ്രാവശ്യം റൺ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ആവശ്യമായിട്ട് വരും. ആ ആവശ്യത്തിന് നമുക്ക് വേണമെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് ടൈമായിട്ട് കൺസിഡർ ചെയ്യാം, ദാറ്റ് ഈസ് സി. അത് പ്ലസ് നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിൻ്റെ നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഒരു പക്ഷേ അതിൻ്റെ കോംപ്ലക്സിറ്റി കൂടിക്കൂടി വരും, അല്ലെങ്കിൽ ടൈം റിക്വയർമെൻറ്റ് കൂടിക്കൂടി വരും. അപ്പം അങ്ങനെ ഇൻപുട്ടിനെ ബേസ് ചെയ്തിട്ട് റിക്വയർമെൻറ്റ് കൂടി വരുന്ന ഒരു വേരിയബിൾ പാർട്ട്, ഇത് രണ്ടും കൂടിയതാണ് നമ്മുടെ ടൈം കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. ദെൻ ഒരു പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ ജനറലി അതിൽ റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത് രണ്ട് തരത്തിൽ ചെയ്യാം. ഒന്ന് യൂസിങ് ഇറ്ററേഷൻസ്, റിപ്പീറ്റഡായിട്ട് ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക അണ്ടിൽ എ കണ്ടീഷൻ ബിക്കം ട്രൂ ഓർ ഫാൾസ്. ഒരു കണ്ടീഷൻ ഒന്നുകിൽ ട്രൂ ആവുന്നവരെ അല്ലെങ്കിൽ ഫാൾസ് ആവുന്നവരെ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് റിപ്പീറ്റഡായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഇറ്ററേറ്റീവ് ഫങ്ഷൻസ് എന്ന് പറയുന്നത്. സോ ഇറ്ററേഷൻ എത്രത്തോളം കൂടുന്നു അത്രത്തോളം ടൈം കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യും. ഐ മീൻ എത്രത്തോളം ടൈം കോംപ്ലക്സിറ്റി നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും, പ്രോഗ്രാമിനെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആക്കി മാറ്റാൻ പറ്റും എന്നർത്ഥം. അടുത്തെന്ന് പറയുന്നത് സ്പേസ് കോംപ്ലക്സിറ്റി ഓഫ് റിക്കർസീവ് ഫങ്ഷൻസ്, ടൈം കോംപ്ലക്സിറ്റി ഓഫ് റിക്കർസീവ് ഫങ്ഷൻസ്. സോ ഈ റിക്കർഷൻ ഉള്ള പോലെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇറ്ററേഷൻ വെച്ചിട്ടും ഒരു പ്രോഗ്രാം റൺ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എഴുതാൻ കഴിയും. സോ റിക്കർഷനാണോ ഇറ്ററേഷനാണോ നല്ലത് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് അതിൻ്റെ രണ്ടിൻ്റെയും ടൈം കോംപ്ലക്സിറ്റിയും സ്പേസ് കോംപ്ലക്സിറ്റിയും കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡിസിഷനിൽ എത്തിച്ചേരാൻ കഴിയും. സോ അതാണ് ടു ഇമ്പോർട്ടൻറ്റ് മെത്തേഡ്സ് ഓഫ് കോംപ്ലക്സിറ്റി അനാലിസിസ്. സോ ഇത്രയും ഡീറ്റെയിൽസ് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യം എന്ന് പറയുന്നത് റിക്കേഴ്സീവ് ഫങ്ഷൻ എന്ന് പറയുന്നത് റിക്കേഴ്സീവ് ഫങ്ഷൻ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ഇറ്ററേറ്റീവ് കമ്പ്യൂട്ടർ പാർട്ടിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും എന്നാണ് പറയുന്നത്. should be better if we use iterations than it would be better if we use recursion than using iterative. ഇറ്ററേഷൻ ആയിട്ട് ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടെ ബെറ്റർ ആയിരിക്കും റിക്കേഴ്സീവ് ഫങ്ഷൻ എന്നാണ് പറയുന്നത്. പക്ഷേ റിക്കേഴ്സീവ് ഫങ്ഷൻ്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത് ദേ റൺ സ്ലോവർ ദാൻ ഇറ്ററേറ്റീവ് ഫങ്ഷൻസ്. കാരണം ഓരോ പ്രാവശ്യം ഇത് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു അതിൽ കുറേ ഡീറ്റെയിൽസ് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ സ്പേസ് നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അത് കാരണം കൊണ്ട് റിക്കേഴ്സീവ് ഫങ്ഷൻ കമ്പാരിറ്റീവ്ലി ഫങ്ഷൻ കാൾസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് കമ്പാരിറ്റീവ്ലി കുറച്ച് സ്ലോ ആയിരിക്കും വെൻ കമ്പയർഡ് ടു ഇറ്ററേറ്റീവ് ഫങ്ഷൻസ്. ദെൻ റിക്കേഴ്സീവ് ഫങ്ഷൻ ആയിക്കഴിഞ്ഞാൽ അതിന് കുറച്ച് കമ്പാരിറ്റീവ്ലി അധികം മെമ്മറി റിക്വയർമെൻ്റ് ഉണ്ടായിരിക്കും. കാരണം ഓരോ പ്രാവശ്യവും ഉള്ള നമ്മുടെ പ്രോഗ്രാമിൻ്റെ സ്റ്റാറ്റസ് അപ്പോൾ നമ്മൾ സ്റ്റോർ ചെയ്ത് പോകണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഏറ്റവും ലാസ്റ്റ് റിക്കേർഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ തിരിച്ചു വരാൻ കഴിയുള്ളൂ
ഇപ്പോൾ കാരണം കൊണ്ട് എൻ്റെ മെമ്മറി യൂസേജും കമ്പാരിറ്റീവ്ലി കുറച്ച് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്പേസ് കോംപ്ലക്സിറ്റി കൺസിഡർ ചെയ്ത് പറയുകയാണെങ്കിൽ ഇറ്ററേറ്റീവ് ഫങ്ഷൻസ് ആർ മച്ച് ബെറ്റർ ദാൻ റിക്കേഴ്സീവ് ഫങ്ഷൻസ്. അതേസമയത്ത് ടൈം കോംപ്ലക്സിറ്റി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ റിക്കേഴ്സീവ് ഫങ്ഷൻ ഈസ് ബെറ്റർ ദാൻ ഇറ്ററേറ്റീവ് ഫങ്ഷൻസ്. ഇറ്ററേറ്റീവായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതിനേക്കാൾ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് റിക്കേഴ്സീവ് ഫങ്ഷൻ ആയി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റും എന്നാണ് അവിടെ പറയുന്നത്. പക്ഷേ ഈ രണ്ട് മെത്തേഡ്സ് എന്ന് പറയുന്നത് അത്ര എഫക്റ്റീവ് അല്ല കമ്പ്യൂട്ടർ പ്രോഗ്രാംസിൻ്റെ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അൽഗോരിതംസിൻ്റെ എഫിഷ്യൻസി കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തെന്നാണ് പിന്നെ കണ്ടെത്തിയത്. അതായത് ഒരു പ്രോഗ്രാം കിട്ടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സോൾവ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള പ്രോഗ്രാമിന് എത്ര സ്പേസ് ഉപയോഗിക്കും അല്ലെങ്കിൽ എത്ര ടൈം ഉപയോഗിക്കും എന്ന് മാത്രം കൊണ്ട് അതിൻ്റെ പെർഫോമൻസിനെ കൃത്യമായിട്ട് പറയാൻ കഴിയില്ല എന്നാണ് ലേറ്റർ ഓൺ നമ്മൾ കണ്ടെത്തിയത്. സോ ഇവിടെ അൽഗോരിതംസിൻ്റെ എഫിഷ്യൻസി എങ്ങനെയാണ് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇൻപുട്ട് കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം പ്രോസസ്സിങ് സ്റ്റെപ്സ് കൂടുന്നോ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇവിടെ നമ്മൾ അൽഗോരിതംസിൻ്റെ എഫിഷ്യൻസി പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നൊരു ഏകകമാണ് ബിഗ് ഒ നൊട്ടേഷൻ എന്ന് പറയുന്നത്. ദറ്റ് ഈസ് ഓർഡർ ഓഫ് ജി എന്നാണ് അതിൻ്റെ അർത്ഥം, ഓർഡർ ഓഫ് ജി. സോ ഇത്തരത്തിലുള്ള ഫങ്ഷൻസ് എഴുതുന്നതിനെ അല്ലെങ്കിൽ ഡയറക്ഷൻസ് എഴുതുന്നതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് അസിൻറ്റോട്ടിക് നൊട്ടേഷൻ ഓർ ബിഗ് ഒ നൊട്ടേഷൻ. ഈ രണ്ട് പേരിലാണിത് അറിയപ്പെടുന്നത്, ബിഗ് ഒ നൊട്ടേഷൻ ഓർ അസിൻറ്റോട്ടിക് നൊട്ടേഷൻ. സോ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ അൽഗോരിതംസിൻ്റെ കോംപ്ലക്സിറ്റിക്ക് പൊതുവെ കൺസിഡർ ചെയ്ത് വരുന്നത്. ദാറ്റ് ഈസ് ഇൻപുട്ടിൻ്റെ സൈസ് കൂടുന്നതിനനുസരിച്ച് എത്രത്തോളം ആ പ്രോഗ്രാമിൻ്റെ എഫിഷ്യൻസി ഡിക്രീസ് ചെയ്യുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ ബിഗ് ഒ നൊട്ടേഷൻ വർക്ക് ചെയ്യുന്നത്. ദെൻ ഈ ബിഗ് ഒ നൊട്ടേഷൻ വെച്ച് നമുക്ക് കൺസിഡർ ചെയ്യാവുന്ന കുറച്ച് കോംപ്ലക്സിറ്റീസ് ആണ് പറയുന്നത്. ലീനിയർ കോംപ്ലക്സിറ്റി, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എൻ. എൻ 10 നമ്മുടെ പ്രോഗ്രാം റൺ ചെയ്യാനുള്ള കോംപ്ലക്സിറ്റി 10 ആയിരിക്കും. എന്നിൻ്റെ വാല്യൂ 100 ആണെങ്കിൽ ആ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് 100 ആയിരിക്കും, വിച്ച് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷനേറ്റ് ടു ഇറ്റ്സ് ഇൻപുട്സ്. ഇൻപുട്ട് കൂടിയാൽ കോംപ്ലക്സിറ്റി കൂടും, ഇൻപുട്ട് കുറഞ്ഞാൽ കോംപ്ലക്സിറ്റി കുറവായിരിക്കും. അടുത്തെന്ന് പറയുന്നത് ക്വാഡ്രാറ്റിക് കോംപ്ലക്സിറ്റി, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് എൻ സ്ക്വയർ. ഓർഡർ ഓഫ് എൻ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നിൻ്റെ വാല്യൂ എത്രയാണോ അതിൻ്റെ സ്ക്വയർ നമ്പർ ഓഫ് ടൈംസ് ആയിരിക്കും നമ്മുടെ ഈ ഒരു കേസിൽ കോംപ്ലക്സിറ്റി ആയിട്ട് നമ്മൾ പറയുന്നത്. അടുത്തെന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള കോംപ്ലക്സിറ്റിയാണ്. ഇവിടെ എത്ര ഇൻപുട്ട് കൂടിയാലും നമ്മുടെ പ്രോസസ്സിങ് സ്പീഡ് അല്ലെങ്കിൽ എൻ്റെ കോംപ്ലക്സിറ്റി എന്നുള്ളതിനെ ഒരു തരത്തിലും ബാധിക്കില്ല. സോ അത്തരത്തിലുള്ള നൊട്ടേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺസ്റ്റൻറ്റ്. അതായത് അത് പ്രീ ഡിഫൈൻഡ് ആയിരിക്കുക കോൺസ്റ്റൻറ്റ് വാല്യൂ. എത്ര ഇൻപുട്സ് കൂടിയാലും കുറഞ്ഞാലും നമ്മുടെ ഈ ഒരു അൽഗോരിതത്തിൻ്റെ പെർഫോമൻസിനെ ബാധിക്കില്ല. അടുത്ത ഒരു ഫംഗ്ഷൻ ലോഗരിതമിക്, ദാറ്റ് ഈസ് ഓർഡർ ഓഫ് ലോഗ് എൻ. ഇപ്പോൾ ഇവിടെ പറഞ്ഞ എക്സാമ്പിൾ അനുസരിച്ചിട്ട് 1 crore അടുത്തുള്ള ഒരു എമൗണ്ട് ഉണ്ട്. അത്രയും ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചേഞ്ച് വരുന്ന 30 ആ റേഞ്ചിൽ ഓപ്പറേഷൻസ് മാത്രമേ ഇൻക്രീസ് ചെയ്യുന്നുള്ളൂ. സോ അത്തരത്തിലുള്ള ഒരു അൽഗോരിതത്തിൻ്റെ കോംപ്ലക്സിറ്റി വിളിക്കുന്ന പേരാണ് ലോഗരിതമിക് കോംപ്ലക്സിറ്റി. ദെൻ ലീനിയർ.
ലീനിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ഇൻപുട്ട് കൂടുന്നു അത്രത്തോളം തന്നെ എൻ്റെ കോംപ്ലക്സിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ലീനിയർ കോംപ്ലക്സിറ്റി. ഓക്കെ. ദെൻ ക്വാഡ്രാറ്റിക് കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് ഓർഡർ ഓഫ് n² ആണ്. അതുപോലെ ക്യൂബിക് കോംപ്ലക്സിറ്റി ദറ്റ് ഈസ് ഇൻപുട്ട് ഇൻറ്റു n⁻³ അത്രയും വരെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന രീതിയിലുള്ള കോംപ്ലക്സിറ്റി ആയിരിക്കും അത്. ഇതിനടുത്ത് എക്സ്പൊണൻഷ്യൽ, അതായത് e⁻n. ഇപ്പോൾ ഈ എക്സ്പൊണൻഷ്യൽ എന്ന് പറയുന്ന ആ വാല്യൂ എന്ന് പറയുന്നത് 2 ആവാം, k ആവാം, n⁻⁴ ആവാം. ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്പിൽ വരാം. k⁻n ആവാം, 2⁻n ആവാം. k എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റിൻ്റെ n ടൈംസ് ആയിരിക്കും അതിൻ്റെ കോംപ്ലക്സിറ്റി. ഐ മീൻ ഇൻപുട്ടിൻ്റെ n ടൈംസ് 2⁻n ടൈംസ് ആയിരിക്കും അതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത്. So that is the exponential complexity. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കോൺസ്റ്റൻറ്റ്, ലോഗരിതമിക്, അതേപോലെ ലീനിയർ. സോ ഇത്രയാണ് മെയിൻ ആയിട്ടുള്ള ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോംപ്ലക്സിറ്റീസ്. ഇപ്പോൾ ഇത് വായിക്കുന്നത് ഓർഡർ ഓഫ് 1, ഇത് വായിക്കുന്ന ഓർഡർ ഓഫ് ലോഗ് n, ഇത് വായിക്കുന്ന ഓർഡർ ഓഫ് n. ഇങ്ങനെ വേണം നമ്മൾ അസിംപ്റ്റോട്ടിക് നൊട്ടേഷനായിട്ട് കോംപ്ലക്സിറ്റി എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ വായിക്കാനായിട്ട്. ഓക്കെ, ദാറ്റ്സ് ആൾ ഫോർ ടുഡേ. താങ്ക് യു.